ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശ്യാമയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സുസ്മിത പറയുന്നു, നാളെ രാവിലെ എന്നെ വിളിക്കാൻ മറക്കരുത്. ഈ ഫോൺ എപ്പോഴും ആക്റ്റീവായിരിക്കും. അതിബുദ്ധി കാണിച്ചാൽ അത് കൂടുതൽ ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നതാകും എന്ന സുസ്മിത ശ്യാമയോട് പറഞ്ഞ ഫോൺ വെക്കുന്നു. ശ്യാമ സുസ്മിതയുടെ വാക്കുകൾ കേട്ട് വല്ലാത്ത ടെൻഷനിലാകുന്നു. രാത്രിയിൽ റൂമിലേക്ക് കയറി വരുന്ന ശ്യാമ അവിടെ രോഹിത്തും കുഞ്ഞും കിടന്നുറങ്ങുന്നത് ഒന്ന് നോക്കി. അവർ നല്ല മയക്കത്തിലാണെന്ന് ഉറപ്പ് വന്നതോടെ ശ്യാമ പെട്ടെന്ന് ആലോചിച്ചു. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ ശ്യാമ വേഗം തന്നെ ബെഡിൽ നിന്ന് ഇറങ്ങി. ശ്യാമയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. സുസ്മിത പകൽ തന്നോട് സംസാരിച്ച അജ്ഞാത എന്ന രീതിയിൽ സുസ്മിത സംസാരിച്ച വാക്കുകൾ ശ്യാമയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. ശ്യാമ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വേഗം അലമാരയ്ക്ക് അരികിലേക്ക് ചെന്നു. എന്റെ കുഞ്ഞ് എനിക്ക് നഷ്ടമാകാൻ പാടില്ല. ഇത്രയും നാളും സ്നേഹം കൊടുത്ത് വളർത്തിയത് എന്റെ കുഞ്ഞേച്ചിയുടെയും വിഷ്ണുവേട്ടന്റെയും കുഞ്ഞാണെന്നറിഞ്ഞാൽ രോഹിത്തിന് അതൊരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് ശ്യാമ തിരിച്ചറിയുന്നു. ശ്യാമ അത് ഓർത്തുകൊണ്ട് ശ്യാമയുടെ മനസ്സ് വീണ്ടും വല്ലാത്ത ആകുലതയിലായി. ശ്യാമയോർത്തു, എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. എന്റെ പപ്പിമോളെ എനിക്ക് വേണം. അവളെ ഒരിക്കലും എനിക്ക് കൈവിട്ടു പോകരുത് എന്ന് ആലോചിച്ച് എന്താണ് താൻ ഇനി ചെയ്യേണ്ടതെന്ന് കുറച്ചു നേരം അങ്ങനെ ആലോചിച്ചു നിന്നു. അതിനുശേഷം നേരെ ആ കബോർഡിനരികിലേക്ക് എത്തുന്നു. ശ്യാമ പതിയെ ആലമാരയുടെ ഡോറ് തുറന്നു. രോഹിത് ഈ സമയത്ത് ഉറക്കമുണർന്ന് തന്നെ നോക്കുമോ എന്ന ആശങ്കയായിരുന്നു ശ്യാമയുടെ മനസ്സിൽ. വേഗം തന്നെ അതിൽ റോയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്റെയും കുഞ്ഞിന്റെയും ആഭരണങ്ങൾ കയ്യിലെടുത്തു. ആ ബോക്സ് തുറന്നുകൊണ്ട് ശ്യാമ ആലോചിച്ചു, ഇതെല്ലാം തന്നെ എനിക്കും കുഞ്ഞിനുമായി ഇവിടെയുള്ളവർ സമ്മാനിച്ചതാണ് എന്ന് ആലോചിച്ച് ശ്യാമ പെട്ടെന്ന് ചിന്തിച്ചു, ഇതിൽ കുറച്ചെടുക്കാം, എന്നിട്ട് ഇത് വിൽക്കാം. എന്റെ കുഞ്ഞിനെ എനിക്ക് സ്വന്തമായി എന്നും കൂടെ വേണം. അതുകൊണ്ട് ഇത് തന്നെയാണ് ഏക പോംവഴിയെന്ന് ശ്യാമ ചിന്തിച്ചു. അതോർത്തുകൊണ്ട് ആ ബോക്സിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം തന്റെ ബാഗിലേക്ക് ആ നിമിഷം തന്നെ ശ്യാമ എടുത്തു വെക്കുന്നു. അങ്ങനെ ശ്യാമ തന്റെ ബാഗിലേക്ക് അതെല്ലാം മാറ്റി കഴിയുമ്പോൾ രോഹിത്ത് ശബ്ദം കേട്ട് എഴുന്നേൽച്ചു. രോഹിത്ത് വേഗം പിന്തിരിഞ്ഞു നോക്കിയതും ശ്യാമ ബാഗുമായി നിൽക്കുന്നത് രോഹിത്ത് കണ്ടു. ഉടനെ തന്നെ ശ്യാമയോട് രോഹിത്ത് ചോദിച്ചു, അല്ല താനെന്ത് കള്ളത്തരം അവിടെ കാണിക്കുന്നത്? അത് കേട്ട ശ്യാമ ഞെട്ടലോടെ രോഹിത്തിനോട് ചോദിച്ചു, കള്ളത്തരോ? ഞാൻ എന്റെ ബാഗ് എടുത്തതാ എന്ന ശ്യാമ മറുപടി നൽകുന്നത് കേട്ട് രോഹിത്ത് പറഞ്ഞു, എന്താ ബാഗില് ഇങ്ങ് കാണിച്ചേ എന്ന് പറഞ്ഞതും ശ്യാമയ്ക്ക് ആകെ ടെൻഷനായി. തന്നോടല്ലേ ആ ബാഗ് കാണിക്കാൻ പറഞ്ഞത് എന്ന് രോഹിത് ചോദിച്ചത് കേട്ട് ശ്യാമ പറഞ്ഞു, അല്ല രോഹിത്തിന്റെ എന്താ ഈ കബോർഡിനകത്തുള്ളത്? എന്റെയും കുഞ്ഞിന്റെയും സാധനങ്ങളല്ലാതെ രോഹിത്തിന് എന്തെങ്കിലും ഈ കബോർഡിനകത്തുണ്ടോ? പിന്നെന്തിനാ എന്റെ ബാഗ് കാണണമെന്ന് പറയുന്നത്? ദാ എന്നാ നോക്ക്, ഇതിനകത്ത് എന്ത് നിധിയാണ് എന്ന് രോഹിത് തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ശ്യാമ ആ ബാഗ് രോഹിത്തിന് നേരെ നീട്ടുന്നു. ഉടനെ തന്നെ രോഹിത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ ഞാൻ വെറുതെ പറഞ്ഞതാ, താൻ അതവിടെ വെച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക്. പെട്ടെന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോ പെട്ടെന്നുള്ള ആ നോട്ടത്തിൽ ഇവിടെ ആരോ കയറി എന്തോ മോഷ്ടിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഹാങ് ഓവറിലാണ് ഞാൻ ആ ബാഗ് കാണിക്കാനായി പറഞ്ഞത്. ക്ഷമിക്കടോ, സോറി, താൻ വന്ന് കിടന്നേ എന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും മോളെ ഒന്നുകൂടി പുതപ്പിച്ചിട്ട് പപ്പിമോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രോഹിത് വീണ്ടും ബെഡിലേക്ക് കിടന്നു. ശ്യാമ ആകെ വേദനയോടെ രോഹിത്തിന് തന്നിലുള്ള വിശ്വാസവും അതോടൊപ്പം പപ്പിമോളോടുള്ള സ്നേഹവും ഒക്കെ കണ്ട് ശ്യാമയുടെ മനസ്സ് വല്ലാതെ പിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ ശാലിനി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കാറിൽ ഇരുന്നു കൊണ്ട് ശാലിനി ചില ഫയലുകളൊക്കെ ചെക്ക് ചെയ്യുന്നത് രാമേട്ടൻ കാണുന്നു. രാമേട്ടൻ ശാലിനിയോട് ചോദിച്ചു, മോള് ഫയല് നോക്കുകയാണോ? ആ ചോദ്യം കേട്ട് ശാലിനി പറഞ്ഞു, എന്താ രാമേട്ട, അതെന്താ ചോദിച്ചത് എന്ന് പറഞ്ഞതും രാമേട്ടൻ പറഞ്ഞു, അല്ല ഞാൻ പതുക്കെ സ്ലോയിൽ വേണമെങ്കിൽ വണ്ടി ഓടിക്കാം, കണ്ണിന് സ്ട്രെയിൻ എടുക്കണ്ടല്ലോ. മോളെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഫയലുകൾ നോക്കുന്നത് കണ്ണിന് കേടാണ് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, രാമേട്ടനറിയാവല്ലോ, ഈ നാട്ടിലുള്ള പാവങ്ങൾ ജപാമപ്പെട്ടവരായ അല്ലെങ്കിൽ പാവം ജനങ്ങളുടെ അവരുടെ പരാതിയും ആവലാതികളും ഒക്കെ പരിഹരിച്ചു കൊടുത്തോളാം എന്നും തനിക്ക് അതിൽ തന്റെ ആരോഗ്യകാര്യങ്ങളോ ഒന്നും തന്നെ അതിൽ ശ്രദ്ധിക്കാതെ താൻ ഏത് നിമിഷവും അവർക്ക് വേണ്ടി സേവനം നടത്തിക്കോളാം എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്. അത് രാമേട്ടന് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചതും രാമേട്ടൻ പറഞ്ഞു, മോളെ ചുവരുണ്ടെങ്കിലേ വരയ്ക്കാൻ കഴിയൂ എന്ന് കേട്ടിട്ടില്ലേ? പഴമക്കാർ പറയാറുണ്ട്. അതുകൊണ്ട് ആരോഗ്യം പ്രധാനമാണ് കുഞ്ഞെ എന്ന് രാമേട്ടൻ പറയുമ്പോൾ ശാലിനി പറഞ്ഞു,
എനിക്ക് ധാരാളം ആളുകളുടെ പ്രാർത്ഥനയുണ്ട് രാമേട്ട എന്റെ ഒപ്പം. അതുകൊണ്ട് പെട്ടെന്നൊന്നും എന്റെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന ശാലിനി രാമേട്ടനോട് പറയുമ്പോ രാമേട്ടൻ പറഞ്ഞു, ഓ ശരി ശരി മോളെ, ഞാൻ എന്തായാലും കുഞ്ഞിനോട് തർക്കിച്ച് ജയിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞ് രാമേട്ടൻ ആ സംസാരം ഒഴിവാക്കി. ആ നിമിഷം ശ്യാമ ആഭരണങ്ങളുമായി മറ്റൊരു സ്വർണ്ണപ്പണയം ഫൈനാൻസ് ഓഫീസിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ ഫിനാൻസിൽ വന്ന് പണമെടുക്കാനായി ശ്രമിക്കുമ്പോൾ അവിടുത്തെ ആള് കൃത്യമായി ആ ജുവല്ലറിയുടെ ഫൈനാൻസിന്റെ ആ ഉടമ കയ്യിൽ കിട്ടിയ ആഭരണങ്ങളൊക്കെ ആ അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് കുറെ തവണയിട്ട് ഉറപ്പിക്കുന്നത് ശ്യാമ ശ്രദ്ധിച്ചു. ശ്യാമ ചോദിച്ചു, ഇതെന്താ കുറെ നേരമായല്ലോ, നിങ്ങൾ എന്താ ഇത് എടുക്കാനല്ലേ എന്ന് ചോദിച്ചതും ശ്യാമയോട് അയാൾ പറഞ്ഞു, അതെ, കുട്ടിക്ക് ധൃതിയുണ്ടെങ്കിൽ പോയിക്കോളൂ. സത്യത്തിലെ കുട്ടിയുടെ മേൽ എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. ഇത് മറ്റെവിടുന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് വന്നതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന ശ്യാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, അതെ, ഞാൻ ആരാണെന്ന് തനിക്കറിയാവോ എന്ന് ചോദിച്ചതും ശ്യാമയുടെ ചോദ്യം കേട്ട് അയാൾ ചോദിച്ചു, ഓഹോ, താൻ ആരാണ്, കുട്ടി ആരാണെന്ന് എന്തായി? എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, എന്താ കുട്ടി പറയാൻ വന്നത്? കുട്ടിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും സത്യഭാമയുടെ മരുമകളാണെന്ന്. അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ കുട്ടി കൊണ്ടുവന്ന ആഭരണങ്ങളിലെല്ലാം സത്യഭാമ ജുവലേഴ്സിന്റെ ഹോൾമാർക്ക് ഉണ്ട്. അത് മാത്രമല്ല, അവർക്ക് തന്നെ എത്രയോ സ്വർണം പണയം വെക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമായിട്ടുണ്ട്. അവിടെ എങ്ങും പോകാതെ അവരുടെ ജുവല്ലറി പോലും ഇത് അതേ വിലയ്ക്ക് അവരെടുക്കുകയും ചെയ്യും. അതിന് പോലും തുനിയാതെ ഇവിടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ഇത് കൊണ്ട് തന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അതുമല്ല, കുട്ടി ഇവിടേക്ക് ഇത് കൊണ്ടുവന്നെങ്കിൽ അതിന് പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇത് അവരുടെ ജുവലറിയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് ആ ജുവല്ലറിയിലുള്ളവരാരും അല്ലെങ്കിൽ സത്യഭാമയുടെ സ്ഥാപനത്തിലുള്ളവരാരും ഇത് കാണാൻ പാടില്ല. ആ ഉദ്ദേശമാണ് കുട്ടിയുടെ മനസ്സിലുള്ളത്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്നും തൽക്കാലം എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. കാരണം ഈ കൊണ്ടുവന്നതിന്റെ മാറ്റു നോക്കി ആ ആഭരണം എടുത്ത് അതിനുള്ള പണം തന്നാൽ മാത്രം മതി. ഞാൻ ഈ നൂലാമാലയ്ക്കൊന്നും പോകുന്നില്ല. പിന്നെ ഇപ്പോ കൊണ്ടുവന്ന ആഭരണങ്ങൾ അത് തൂക്കത്തിനൊത്തുണ്ടോ എന്നും അത് നല്ലത് തന്നെയല്ലേ എന്നും ഒന്ന് ഉറപ്പുവരുത്തണം. അത്രയേ ഉള്ളൂ. ഇനി ഇതല്ലാതെ മറ്റെവിടെയെങ്കിലും കുട്ടിക്ക് ആഭരണങ്ങൾ കൊടുത്താൽ പണം കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് അയാൾ പറഞ്ഞത് ശ്യാമ പറഞ്ഞു, അതെ, എനിക്കൊരല്പം ധൃതിയുണ്ട്, അതുകൊണ്ടാ വേഗം പണം കിട്ടണം അതാണ് എന്ന് പറഞ്ഞതും അയാൾ പറഞ്ഞു, ഇവിടെ വരുന്നവരെല്ലാം വലിയ ആവശ്യക്കാർ തന്നെയാണ്, അവർക്ക് വേഗത്തിൽ പണവും കിട്ടണം. പക്ഷെ ഇവിടെ നിന്ന് അത്ര വേഗത്തിൽ പണം വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പണം തരുന്നതിന് വേണ്ടിയുള്ള ആഭരണമുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തണല്ലോ എന്ന് പറഞ്ഞ് അയാൾ വേഗം ആ ആഭരണങ്ങളെല്ലാം നോക്കി. ആ സ്റ്റാഫ് അത് കൊടുത്തതും വേഗം അയാൾ അതെല്ലാം തൂക്കിയതിനു ശേഷം 10 ലക്ഷം രൂപയല്ലേ, ശരി എന്ന് പറഞ്ഞ് അയാൾ 10 ലക്ഷം രൂപ ശ്യാമയ്ക്ക് നൽകി. അത് കണ്ടതും ശ്യാമ ചോദിച്ചു, അല്ല, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് 10 ലക്ഷം അല്ലല്ലോ ഇതിന് കിട്ടുക എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഓഹോ അത് ശരി, ഇനി 10 ലക്ഷത്തിന് ഇനിയും വില പേശാൻ നിൽക്കുകയാണോ? എന്നാലേ ഈ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോക്കോ എന്ന് ചോദിച്ചതും കുട്ടിക്ക് വിറ്റ് പണം ഇവിടെ സ്വർണം ഇവിടെ വിറ്റിട്ട് കുട്ടിക്ക് പണം വേണം, അത്യാവശ്യമാണെന്നും പറയുന്നു. ഇനി ഇതിൽ കൂടുതൽ പണം കിട്ടുമെന്നുള്ള സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടേ കൊടുത്തോ എന്ന് പറഞ്ഞതും ഓ ശരി ശരി, ഇത് മതി, ഇങ്ങതാ എന്ന് പറഞ്ഞ് ശ്യാമ ആ പണവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നു. ശ്യാമ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ആ ഉടമസ്ഥനെ നോക്കി അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു, സാറേ, എത്ര പവൻ സ്വർണവാ സാർ ഈ ഒറ്റയടിക്ക് ആ പാവത്തിനെ തട്ടിച്ചെടുത്തത് എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു, അതെ, ഞാനിവിടെ ഇരിക്കുന്നതേ വെറുതെ നന്മയ്ക്ക് വേണ്ടിയൊന്നോ അല്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരെ സേവിക്കാനോ അല്ല, പണം സമ്പാദിക്കണം, അത് തന്നെയാണ് എന്റെയും ലക്ഷ്യം എന്ന് അയാൾ പറഞ്ഞു. അപ്പോഴാണ് സുസ്മിതയും വിദ്യയുടെ സഹോദരിയും നീലിമയും കൂടി ശ്യാമ എത്തിച്ചേരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് കാത്തു നിൽക്കുന്നത്. അവർ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോ നീലിമ സുസ്മിതയോട് ചോദിച്ചു, അല്ല സുസ്മിനെ, അവൾ ഇവിടേക്ക് വരുമോ ആ ശ്യാമ? സുസ്മിതയ്ക്ക് എന്താ ഇത്ര ഉറപ്പ് എന്ന് ചോദിച്ചിട്ടും, എന്റെ ഉറപ്പ് നീയല്ലേ പറഞ്ഞത് ആ കുഞ്ഞ് അവളുടേതല്ല എന്ന്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പോ അവൾ വരുമെന്ന് പറയുന്നത് എന്ന് സുസ്മിത പറഞ്ഞതും ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് സുസ്മിതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്രയും നാളും ആ സത്യം മറച്ചു വെച്ചാണ് അവൾ ജീവിച്ചത്.
അപ്പോ ഇത്രയും നാൾ അവളുടെ കുഞ്ഞു തന്നെയാണ് എന്ന തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ ഇത്രയും വർഷക്കാലം അവൾ ജീവിച്ചപ്പോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സുസ്മിതയുടെ ഈ ഭീഷണി, അതും ഒരു അനോണിമസ് കോള് വന്നതിന്റെ പേരിൽ അവൾ എടുത്തു ചാടി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളാണോ ആ ശ്യാമ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവുക, വെറുതെ സമയം പാഴാകുമെന്നല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നീലിമ ഒരുങ്ങുമ്പോ സുസ്മിത നേരെ നോക്കുമ്പോ അവിടേക്ക് ശ്യാമ നടന്നു വരുന്നതായി സുസ്മിത കണ്ടു. പറഞ്ഞിട്ട് തിരികെ പോകാൻ തുടങ്ങിയ നീലിമയുടെ കയ്യിൽ സുസ്മിത കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, ദാ നീ അങ്ങോട്ട് നോക്ക്. അപ്പോഴാണ് ആകെ പരിഭ്രമത്തോടെ പതിയെ ശ്യാമ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത് സുസ്മിത കാണിച്ചു കൊടുത്തത്. കണ്ടോ, നീ പറഞ്ഞതിപ്പോ സത്യമാണെന്ന് മനസ്സിലായില്ലേ? എന്തായാലും അവളുടെ കണ്ണിൽ പെടണ്ട, നമുക്കിങ്ങ് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് സുസ്മിതയും നീലിമയും പെട്ടെന്ന് അവിടുത്തെ ആ കെട്ടിടത്തിന്റെ ഭിത്തിയുടെ സൈഡിലെ ആ നിന്ന മരച്ചുവെട്ടില് സൈഡിലേക്കായി ഒതുങ്ങി നിന്നു. ആ നിമിഷം ശ്യാമ വേഗം അവിടെ എത്തിയതിനു ശേഷം തന്റെ ഫോൺ എടുത്ത് സുസ്മിതയുടെ ആ നമ്പറിലേക്ക് വിളിക്കുന്നു. സുസ്മിത കോള് വന്നത് അവൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സുസ്മിത വേഗം കോൾ എടുത്തു. ശ്യാമ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയോ എന്ന് ചോദിച്ചതും നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. പണം ഉണ്ടല്ലോ അല്ലെ കയ്യില് എന്ന് ചോദിച്ചതും അതെ, പണവുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് ശ്യാമ മറുപടി നൽകി. അപ്പോഴാണ് നീലിമ കൃത്യമായി ശ്യാമ അവിടെ വന്നതും സംസാരിക്കുന്നതും ഒക്കെ തന്റെ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ശ്യാമയോട് സുസ്മിത പറഞ്ഞു, എന്നാലേ നിന്റെ കയ്യിലുള്ള ആ പണം നീ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഡസ്റ്റ്ബിനില്ലേ, അത് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ശ്യാമ പറഞ്ഞു, ആ കണ്ടു, അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതും എന്നാൽ ആ ഡസ്റ്റ്ബിനിലേക്ക് നീ അത് ഇട്ടേക്ക് എന്നറിയിച്ചു. അത് കേട്ട ശ്യാമ ഞെട്ടലോട് ചോദിച്ചു, എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, നീ ആ ഡസ്റ്റ്ബിനിലേക്ക് ആ പണം ഇട്ടേക്കാൻ എന്ന് പറഞ്ഞതും ശ്യാമ വേഗം സുസ്മിത പറഞ്ഞതുപോലെ ശരി ഞാൻ ഇട്ടേക്കാം എന്ന് സമ്മതിച്ചു. അങ്ങനെ ശ്യാമ അതിടാൻ തുടങ്ങുമ്പോഴേക്കും സുസ്മിതയോട് പറഞ്ഞു, അതെ, ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകരുത്, എന്റെ മോളെ എനിക്ക് നഷ്ടമാകരുത് എന്ന് ശ്യാമ സുസ്മിതയോട് ആവശ്യപ്പെട്ടു. ശരി, ഇനി നീ ഈ പണം അതിലിട്ടാൽ ഇനി മുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇനി ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഉണ്ടാക്കുകയുമില്ല എന്ന് സുസ്മിത ശ്യാമയോട് പറയുന്നു. അങ്ങനെ ശ്യാമ ആ അജ്ഞാതയുടെ വാക്കുകൾ കേട്ട് വേഗം ആ ഡസ്റ്റ്ബിന്നിലേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ 10 ലക്ഷം രൂപ ശ്യാമ ഇട്ടുകൊടുത്തു. ശ്യാമ ആ 10 ലക്ഷം രൂപ അതിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് തിരികെ പോകുമ്പോ സുസ്മിത നീലിമയോട് പറഞ്ഞു, നീലിമേ, നിന്റെ ചേച്ചിയുടെ ചാവ് അത് വെറുതെ ആയില്ല, അവളുടെ ചാവിന് പ്രയോജനമുണ്ടായി. അവസാനം ഈ സുസ്മിത തന്നെ വിജയിച്ചു. നിന്റെ ചേച്ചി ഈ സുസ്മിതയെ വിജയിപ്പിച്ചു എന്ന് നീലിമയോട് സുസ്മിത പറഞ്ഞു. അത് കേട്ടതും ഉടനെ തന്നെ സുസ്മിത തന്നോട് അങ്ങനെ പറയുകയും ആ ഡസ്റ്റ്ബിനിൽ നിന്ന് കിട്ടിയ പണം വേഗം തന്നെ സുസ്മിത കളക്ട് ചെയ്യുകയും ആ പണം അതിൽ നിന്ന് 1-2 നോട്ട് കെട്ടുകൾ തന്റെ കൂടെ വന്ന നീലിമയ്ക്ക് നേരെ സുസ്മിത നീട്ടുന്നു. സുസ്മിത ആ പണം എടുക്കാൻ സുസ്മിതയുടെ കയ്യിൽ നിന്ന് ആ പണം എടുക്കാൻ കൂട്ടാക്കാതെ നീലിമ സുസ്മിതയെ നോക്കുമ്പോ സുസ്മിതയോട് നീലിമ പറഞ്ഞു, ഇനിയെങ്കിലും എന്റെ ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചില്ല എന്ന സമാധാനത്തിൽ നീലിമ സുസ്മിതയുടെ നേരെ നോക്കിയതും നീലിമ പറഞ്ഞു, ദാ ഈ പണം ഞാൻ നിനക്ക് തരികയാണ് എന്ന് സുസ്മിത നീലിമയ്ക്ക് നേരെ ആ പണം നീട്ടി. നീലിമ ചോദിച്ചു, അല്ല സുസ്മിത, എനിക്ക് വേണ്ട ഈ പണം എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, നിനക്ക് ഞാൻ ഈ പണം തന്നത് മറ്റൊരു കാരണത്താലാണ്. ശ്യാമയോടും ശാലിനിയോടുമുള്ള പക വീട്ടിലാണ് നിന്റെ പ്രധാന ലക്ഷ്യമെന്ന് എനിക്കറിയാം. പക്ഷേ ശ്യാമയോടും ശാലിനിയോടും പക വീട്ടാനായിട്ട് ഞാൻ നടക്കുമ്പോ ഈ പക വീട്ടിൽ മറ്റാരും ഷെയർ കൊള്ളുന്നത് എനിക്കിഷ്ടമല്ല, മറ്റാരും അതിൽ പങ്കാളിയുമാകണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പണം നിനക്ക് നേരെ നീട്ടിയത് എന്ന് സുസ്മിത നീലിമയോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീ ഈ പണം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് സുസ്മിത ആ പണം നീലിമയ്ക്ക് സമ്മാനിച്ചു. അതിനുശേഷം ശാലിനി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുസ്മിതയ്ക്ക് പണം കൊടുത്തതിന്റെ ടെൻഷനിൽ ഇനി ഇക്കാര്യം മറ്റാരോടും പറയരുത് എന്നുകൂടി സുസ്മിത ശ്യാമയെ താക്കീത് ചെയ്തതുകൊണ്ട് അതെല്ലാം ഓർത്ത് ടെൻഷനോടെ അങ്ങനെ നടന്നു നീങ്ങുമ്പോഴാണ് അതുവഴി ശാലിനിയുടെ കാറ് വരുന്നത്. ശാലിനി കാറിലിരുന്നുകൊണ്ട് ശ്യാമ ആ വഴിയിലൂടെ നടന്നു പോകുന്നത് കാണാനിടയായി. ഉടനെ തന്നെ ശാലിനി രാമേട്ടനോട് കാർ നിർത്താനായി പറയുന്നു. രാമേട്ടൻ കാർ നിർത്തിയതും ശാലിനി വേഗം ശ്യാമയെ എന്ന് ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് ശാലിനിയെ കണ്ട ആശ്വാസത്തിൽ ശ്യാമ കുഞ്ഞേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ശാലിനിക്കരികിലേക്ക് ഓടിയെത്തുന്നു.